ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പുതിയ അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ ഇനി നിന്നിലേക്ക് വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? നിങ്ങളിൽ വന്നിരിക്കുന്ന വളർച്ചയിലും ഉയർച്ചയിലും ഈ വ്യക്തി അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് എനർജിയിലേക്ക് പോകാം. അപ്പോൾ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി തൊട്ടിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് പോകാം, ഈ ഒരു ഡയറക്ഷനിൽ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് എനർജി എന്നെ കിട്ടിയിട്ടുള്ളത് എന്താണ്? ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ജെമിനായി ആണ്. ഇതൊരു അവസാനത്തെ തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. ചന്ദ്രന്റെ അവസാന പാദമാണ്. നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുമല്ലോ. അതായത് ഇപ്പോൾ പറയുന്നത് പോലെ കുറേ ആലോചിച്ച് കുറേ ആലോചനകളും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് ആലോചനകൾ, ഒരുപാട് ചർച്ചകൾ, അതിനുശേഷം അല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ ഒരുപാട് ചിന്തിക്കും. അതിനുശേഷം നമ്മളൊരു തീരുമാനമെടുക്കും. അതാണ് ആ ഒരു തലത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ യുവർ മൈൻഡ് എന്ന് പറയുന്നത്, അതായത് സ്വന്തമായിട്ടുള്ള മനസ്സ്, സ്വന്തം മനസ്സ് ക്ലിയർ ചെയ്യണം, പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അത് അവസാനമായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. അതായത് ഒരുപാട് ചിന്തകൾ, ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ക്ലിയർ യുവർ മൈൻഡ് ആണ്. ഉറപ്പായിട്ടും മനസ്സ് നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാനും അതിനോടൊപ്പം തന്നെ ശുദ്ധമാക്കി വെക്കാനും ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇറ്റ്സ് നോട്ട് സൂൺ ടു ബി ഫൈൻ എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു രീതി കാരണം കൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ അതെ, അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ ക്ലിയർ ആക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഓൾമോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി. ആൻഡ് ഓൾസോ നമുക്ക് എംപസ് ആണ് സെക്കൻഡ് കാർഡായിട്ട് ഓവറോൾ എനർജിയിൽ കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോപ്പിംഗ് എനർജിയിലാണ് നിന്നിട്ടുള്ളത്, ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോപ്പിംഗ് എനർജി എന്ന് പറയുമ്പം ഇപ്പോൾ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അത്ര കംഫർട്ടബിൾ അല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കടക്കുക. ഇഷ്ടപ്പെടാത്ത ജോലി സ്ഥലത്താണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ അത്ര കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് എന്താണോ അതിൽ നിന്നുമൊക്കെ മാറി നിന്നുകൊണ്ട് കഴിവതും ഒറ്റക്ക് നിൽക്കാൻ, അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള ആൾക്കാരുടെ കൂടെ മാത്രം നിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എംപസ് എന്ന് പറയുന്ന എനർജിയാണ് ഒരു സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക, നിർത്തുക, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കുള്ള ഒരു ഇന്റർവെൽ, ഒരു ഇടവേള എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇടവേള, ഒരു ഇന്റർവെല്, ഒരു സ്പേസ്, ഒരു ബ്രേക്ക്, ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പേഴ്സന്റെ കൂടെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് തേർഡ് പാർട്ടി ആയിട്ട് ഒക്കെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ടൈം വേണം, എനിക്കൊന്ന് ബ്രേക്ക് വേണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻസ് ഒന്നും എനിക്കത്ര നല്ലതല്ല, എനിക്കത്ര നല്ലത് കൊണ്ട് തരത്തില്ല, എനിക്ക് മോശമേ കൊണ്ട് തരത്തുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് ഈ പേഴ്സൺ എന്താണ് അവിടെ ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്ന എനർജിയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും അവിടെ പല കാര്യങ്ങളിൽ ഈ പേഴ്സൺ സ്റ്റോപ്പാണ്. ഈ പേഴ്സൺ മിണ്ടാതിരിക്കുന്നുണ്ട്, മാറി നിൽക്കുന്നുണ്ട്, അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ലായിരിക്കാം, ചിലപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം, എനർജി സേവ് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ ആ ഒരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. പുട്ടിങ് അതേഴ്സ് ഫസ്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയിൽ എടുക്കുന്ന കാർഡും കൂടിയാണ്.
അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് വരിക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് ജീവിക്കുക എന്നുള്ള ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ അതായത് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, ചിലപ്പോൾ നിങ്ങളിലെ ആശയങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകാം, നിങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ ചില നേരത്ത് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റു പലവർക്കും പ്രാധാന്യം കൊടുത്തിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക, അവര് പറയുന്നത് കേൾക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു ലൈഫിൽ നിന്ന് മാത്രം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവമല്ല, പൂർവ്വജന്മത്തിലും ഈ പേഴ്സൺ ഏകദേശം ഇതേ സ്വഭാവം തന്നെ ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് അടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, നമ്മൾ അടുക്കാൻ ശ്രമിക്കും തോറും അവർ അകന്നു പോകും. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏഞ്ചൽസ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ഇന്നത്തെ റീഡിങ്ങിൽ. കാരണം ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ്. ഇവിടെ ഏഞ്ചൽസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പല രീതിയിലുള്ള എനർജിയും നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഇല്ലായ്മകളും പോരായ്മകളും എന്തൊക്കെയാണോ അതിൽ നിന്നുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏഞ്ചൽസ് തന്നെയാണ്. അത് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഏഞ്ചൽസ് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അഫർമേഷൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാകാം, സ്പെൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടാകാം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സണ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളൊരു തീരുമാനങ്ങൾ എന്താണ്, അതാണ് ഈ ഒരു ലാസ്റ്റ് 3 കാർഡ്സ് എടുത്തിട്ടുള്ളത്. പോയിസ്ഡ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെയോ കാര്യങ്ങളിൽ ദിസ് പേഴ്സൺ ഈസ് ഗോയിങ് ടു റെഡി, അതായത് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ പേഴ്സൺ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ പേഴ്സൺ പല കാര്യങ്ങളിലും മാറി നിന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായും വ്യക്തമായും കാണാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാം, ഒരുമിച്ച് ജീവിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പേഴ്സണോട് തുറന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഒരു പക്ഷെ അതിനോട് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ലായിരിക്കാം. കാരണം ഈ പേഴ്സണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഈ വ്യക്തിക്ക് ഇല്ലായിരുന്നു. മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുകയും ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകാം. നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് ഈ വ്യക്തിക്ക് അതിശയം തോന്നിയിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ എന്തുകൊണ്ടോ ഈ റിലേഷൻഷിപ്പ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ അന്വേഷണമാണ്, ക്വസ്റ്റ്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് വളരെ ശക്തമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ്, എന്താണ്, എന്ത് സാഹചര്യത്തിലാണ്, എന്ത് ചെയ്യുന്നു. മേ ബി സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടിലൂടെയൊക്കെ മെസ്സേജ് വരും ചിലപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ നിങ്ങളെ പിന്തുടരും, നിങ്ങളെ നിരീക്ഷിക്കും, സ്പൈ വർക്ക് ചെയ്യും, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് അന്വേഷിക്കും, നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിട്ട് കണക്ട് ചെയ്യും. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ ആകെ ഇറിറ്റേഷൻ ആയി തുടങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മനസ്സ് വളരെയധികം ശാന്തമായും സ്വസ്ഥമായും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ നിങ്ങളോടുള്ളൊരു ഇറിറ്റേഷൻ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ദേഷ്യമാണ് എന്നല്ല. ഈ പേഴ്സണ് സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾ വളരെയധികം സ്മാർട്ടായിട്ട് നിൽക്കുന്നത് ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ആണ് പറയുന്നത്. അതായത് ഈ പേഴ്സൺ എല്ലാ കാര്യത്തിലും വഴങ്ങാത്ത ഒരു സ്വഭാവ പ്രകൃതമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചിലപ്പോൾ ഈ പേഴ്സൺ ഇഷ്ടമല്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പല ഫ്രണ്ട്ഷിപ്പ് പോലും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിരിക്കാം, ഈ പേഴ്സൺ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത വ്യക്തിയായിരിക്കാം, അപ്പോൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം.
അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ ഇവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഇത് മറ്റാരെങ്കിലും ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു തിരിച്ചറിവായിരിക്കാം. എന്തുകൊണ്ടോ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഈ വ്യക്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു. ഈ വ്യക്തിയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്ന് ചിലപ്പോൾ മനസ്സ് തോന്നിക്കുന്നത് കൊണ്ടാകാം. ഓക്കെ, അങ്ങനെയും ആകാം. എറണാകുളം കിട്ടിയിട്ടുണ്ട്. ഓർഡിനറി ജോബ്സ്, നോ ജോബ്, പൊളിറ്റീഷ്യൻ 2005, വയനാട്, ഡിസംബർ 15 ദിവസം, ആയില്യം നാള്, 1010 ഏഞ്ചൽ നമ്പർ, ട്രാവൽ ആൻഡ് ടൂറിസം. ഇത്രയുമാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.